ജീവിതത്തില് ഒരുപാട് ദുരിതങ്ങൾ കയറി വരുന്ന സമയത്ത് പണ്ട് എന്തെങ്കിലും പാവം ചെയ്തിട്ടുണ്ടാവുമെന്നും പറഞ്ഞ് സമാധാനിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ പെരുമാറ്റം കാണുമ്പോഴുണ്ടല്ലോ, പണ്ടെന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ തോന്നുന്നേ. അവൾക്ക് ഈ നാട്ടിലേക്ക് വരാൻ തോന്നിയതും ഗോപാലിനെ കണ്ടുമുട്ടിയതും ഒക്കെ അവളുടെ എന്റെയും ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം അത് ചെറുതല്ല. അതിന്റെ നന്ദി തങ്കത്തിന്റെ ആയുസ് തീരുന്നത് വരെ നിങ്ങളോടുണ്ടാവും. ഇതുവരെയുള്ള കാര്യങ്ങൾ വ്രതമെടുത്ത കുട്ടി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ കാണാനുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കർമ്മങ്ങളും അവൾ അനുഷ്ഠിക്കുന്നുണ്ട്. തറവാടിനെ കുറിച്ച് മറ്റാര് ചിന്തിക്കുന്നതിനേക്കാളും നന്നായി തന്നെ കൃഷ്ണമോള് ചിന്തിക്കുന്നുമുണ്ട്. സാധാരണ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് ഇതൊക്കെ പറയുമ്പോ മനസ്സിലൊരു ആശങ്കയുണ്ടായിരിക്കുമല്ലോ തിരുമേനി. പക്ഷെ കൃഷ്ണമോളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. നല്ലത്. ഇന്ന് രാത്രി മുതൽ പൂജകൾ അതികഠിനമായിരിക്കും. അപകടം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വരും. അത്തരം അപകടം നിറഞ്ഞ സന്ദർഭങ്ങളെ പ്രാർത്ഥന കൊണ്ടും വ്രതശുദ്ധി കൊണ്ടും തന്നെയാണ് തോൽപ്പിക്കേണ്ടത്. തിരുമേനി, പൂജകൾ നടക്കുന്നതിനിടയിൽ സർപ്പകോപത്തിനോ സർപ്പദംശനത്തിനോ സാധ്യതയൊന്നും ഉണ്ടാവില്ലല്ലോ. നാഗപ്രീതിയും നാഗകോപവും നമുക്ക് പ്രവചനീയമല്ല. അതാദ്യം മനസ്സിലാക്കൂ. അനുഗ്രഹത്തിന് യാചിക്കാനേ നമുക്ക് പറ്റൂ. അനുഗ്രഹം നൽകേണ്ടത് ദൈവമാണ്. പ്രാർത്ഥന നടക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. കാക്കുന്ന നാഗങ്ങളെ പാടുന്ന നാവിന്റെ നോവുകൾ മാറ്റേണേ. ലോകങ്ങൾ കാക്കുന്ന നാഗങ്ങളെ പാടുന്ന നാവിന്റെ നോവുകൾ മാറ്റേണേ. ആതങ്കമോരോന്നും അതിക്കളയുന്ന നഗരെ ഞാനിന്നു പാടുമോരു കഥ. ഇനി കുട്ടി എഴുന്നേറ്റുള്ളൂ. ഇങ്ങോട്ട് വന്നോളൂ. ആ കുട്ടി ചെയ്ത പൂജാവിധികളെല്ലാം കണ്ടല്ലോ, അതെല്ലാം ആവർത്തിച്ചോളൂ. എന്താ നിർമ്മല ഇത്? എല്ലാം കൃത്യമായിട്ട് ചെയ്യേ. അമ്മയ്ക്ക് അതൊക്കെ പറയാം. ഓ, ഇത്രയും വിളക്കം കത്തിച്ചു വെച്ച് മേളത്തെ ഈ സൂര്യന്റെ ചൂടും കൊണ്ട് ഒട്ടും എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എന്താ നിർമ്മല ഇത്? നിർമ്മലയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? വേണ്ട, നിർബന്ധങ്ങളുടെ പേരിൽ വ്രതമെടുത്താൽ അതിന് ഫലം ഉണ്ടാവില്ല. അവര് വ്രതം അവസാനിപ്പിച്ചോട്ടെ, എന്നിട്ട് സ്വയം മരണത്തെ പുൽകാൻ തയ്യാറായിക്കോളൂ. അയ്യോ, എന്റെ പൊന്ന് തിരുമേനി, മരിക്കുന്ന കാര്യം പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കാതെ. എന്താന്ന് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. എങ്കിൽ ആദ്യം നിഷേധത്തിനുള്ള പരിഹാരം നടക്കട്ടെ. ഏത്തമിട്ടുകൊണ്ട് 21 തവണ നാഗത്തറ വലം വെച്ചോളുക. അതിനുശേഷം യഥാവിധി പൂജകൾ ആരംഭിക്കാം.
ഇനി വലം വെച്ചോളൂ.